മലയോരം ഫ്ലാഷിന്റെ ലൊക്കേഷൻ വിശേഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ അതായത് ബളാൽ, പരപ്പ, വെള്ളരിക്കുണ്ട് പ്രദേശങ്ങളിൽ ചിത്രീകരിച്ച സുരാജ് വെഞ്ഞാറമ്മൂടും ബാബു ആന്റണിയും അഭിനയിച്ച മദനോത്സവം എന്ന ചലച്ചിത്രത്തിന്റെ ലൊക്കേഷനുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ മദനൻ എന്ന കഥാപാത്രത്തിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ബളാൽ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഈ വീടാണ്. ഈ വീട് നമ്മുടെ ശങ്കരാട്ടൻ്റെ വീടാണ്. ശങ്കരാട്ടൻ നമ്മുടെ കൂടെ ഇപ്പോൾ തന്നെ ഉണ്ട്. ശങ്കരാട്ടൻ്റെ വീടാണ് ഈ സിനിമ ചിത്രീകരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത് പൂർണ്ണമായിട്ടും. ഏകദേശം ഒരു മാസത്തോളം ഇവിടെ വെച്ച് ചിത്രീകരണം ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ വെച്ചിട്ടാണ് പല മുഹൂർത്തങ്ങളും ചിത്രീകരിച്ചത്. അതുപോലെ തന്നെ ഈ പരിസരത്ത് വെച്ചിട്ടാണ് അവസാനത്തെ ആ ഫൈറ്റ് സീൻ ഒക്കെ ചിത്രീകരിച്ചിരുന്ന ഈ വീടിൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം സുരാജ് വെഞ്ഞാറമ്മൂട് കഥാപാത്രം കോഴിക്ക് കളറടിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം കോഴിക്ക് കളറടിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഈ ഷെഡിൽ വെച്ചിട്ടാണ്. ഈ ഒരു ഷെഡ് ശരിക്കും ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തതാണ്. ഈ ഷെഡിൽ വെച്ചിട്ടാണ് ഈ കോഴിക്ക് കളറടിക്കുന്നതും കോഴിക്കൂടൊക്കെ ഇതിനകത്ത് വെച്ചിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് സീനിൽ നമ്മൾ ഫൈറ്റ് സീനൊക്കെ ചിത്രീകരിച്ചിരുന്ന സ്ഥലം ഈ വീടിന് മുൻഭാഗമാണ്. ഈ പറയുന്ന ഈ കാണുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കൂട്ടയടി നടന്നത്. മദറിൻ്റെ വീടിനകത്തുള്ള അടുക്കളയാണിത്. ഈ അടുക്കളയിൽ വെച്ചിട്ട് ഒരുപാട് സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. മദറിൻ്റെ അമ്മായിയായിട്ട് അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ കുറച്ച് രസകരമായ സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു അടുക്കളയിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടുള്ള ഒരുപാട് സീനുകൾ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. മദരൻ വീട്ടിൽ നിന്ന് കോഴികളെയും കൊണ്ട് സ്കൂട്ടറിൽ പുറത്തേക്ക് ടൗണിലേക്ക് പോകുന്നൊരു വഴിയാണ്. നമ്മൾ നേരത്തെ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ മദനൻ എന്ന കഥാപാത്രം താമസിച്ച വീട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മദനൻ്റെ കൂട്ടുകാരനായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ച, അതായത് മോഹനൻ എന്ന കഥാപാത്രത്തിൻ്റെ വീട് ആണ് നമ്മളിപ്പോൾ. ആ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് മദനോത്സവത്തിൽ മോഹനൻ എന്ന കഥാപാത്രത്തിൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഇത് കുഴിങ്ങാടാണ്. ബളാൽ കുഴിങ്ങാടുള്ള സുലൈമാനിക്കയുടെ വീടാണ്. മോഹനൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് നമുക്കറിയാം മിമിക്രി താരവും സിനിമാ താരമൊക്കെ ആയിട്ടുള്ള സുമേഷ് ചന്ദ്രനാണ്. സുമേഷ് ദൃശ്യം 2 എന്ന സിനിമയിൽ തന്നെ വളരെയധികം ഹിറ്റായി മാറിയ ദൃശ്യം 2-ൽ പോലീസുകാരൻ്റെ അഭിനയം നമുക്കെല്ലാവർക്കും അറിയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് മികച്ചൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ സുമേഷിൻ്റെ, അതായത് മോഹനൻ്റെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഹനൻ്റെ വീടാണ്. അത് മോഹനനും ആലീസും താമസിച്ചിരുന്ന വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുറ്റത്ത് വെച്ചിട്ടാണ് മോഹനും മദനും കൂടി സംസാരിക്കുന്ന ആ സീൻ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മുറ്റത്ത് ചെയ്തിട്ടുള്ള സീനാണ്. ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അതായത് മോഹനനും നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിച്ച മദനൻ എന്ന കഥാപാത്രവും ഇവർ തമ്മിൽ ഉള്ള സംഭാഷണം ഉള്ള സീനാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നിടത്താണ് സുരാജ് വെഞ്ഞാറമ്മൂട് ഇരുന്നിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് സൈഡിലാണ് മോഹനൻ എന്ന കഥാപാത്രം ഇരിക്കുന്നത്. ഇവിടെയായിട്ട് ഈ വാതിൽപ്പടിയിലാണ് മറ്റേ ആലീസ് എന്ന കഥാപാത്രം നിന്നിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. മദനോത്സവം സിനിമയുടെ നിർണായകമായ ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണിത്. മോഹനൻ്റെ വീടിൻ്റെ പരിസരമാണ്. ഇവിടെ വെച്ചിട്ടാണ് മോഹനൻ മരിക്കുന്ന സീൻ. അതായത് ഈ കഥ തന്നെ മാറ്റിമറിക്കുന്ന ഒരു രംഗമാണത്. മോഹനൻ ഒരു വാഴയുടെ മുകളിൽ കയറിയും വാഴ നിലംപതിക്കുമ്പോൾ അതിൽ നിന്ന് വീണിട്ടാണ് മോഹനൻ മരിക്കുന്നത്. ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. അതായത് കുഴിങ്ങാട് ഈ പറയുന്ന മോഹനൻ്റെ വീടിൻ്റെ പരിസരത്ത് ഈ ഒരു പ്രദേശത്താണ് ആ വാഴ നിന്നിരുന്നത്. ഇപ്പോൾ ആ വാഴ നമുക്കവിടെ കാണാൻ കഴിയില്ല. കാരണം വെച്ചാൽ ആ വാഴ ശരിക്കും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചതാണ്. ആ വാഴക്കൊലയ്ക്ക് അത്ര ഒറിജിനാലിറ്റിയിൽ അവർ നിർമ്മിച്ചതാണ്. ആ വാഴയുടെ ഒരു ചെറിയ ഭാഗം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് കാണാം. ആ വാഴ ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോയിട്ടാണ് മോഹനൻ അവിടെ വെച്ചിട്ടാണ് മരിക്കുന്നത്. അതിൻ്റെ താഴെ ആ ഒരു തോട് നമുക്ക് കാണാം, ചെറിയൊരു തോട്. ഈ ഒരു തോട്ടിൽ നിന്ന് ഒരു സ്ത്രീ അവിടുന്ന് അലക്കുകാരി സ്ത്രീ അവിടെ നിന്ന് ഓടി വരുന്നതൊക്കെ നമുക്ക് കാണാം. ഈ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആ ഒരു പാറയുടെ ഭാഗത്ത് അവിടെ വെച്ചിട്ടാണ് ഈ ചിത ഒരുക്കിയത്. മോഹനൻ മരിച്ചതിന് ശേഷമുള്ളൊരു ചിത കത്തുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു ഭാഗത്ത് വെച്ചാണ് ചിത്രീകരിച്ചത്. മദനോത്സവം സിനിമയിൽ മറ്റൊരു നിർണായകമായ രംഗങ്ങൾ ചിത്രീകരിച്ച ഒരു സ്ഥലമാണിത്. മദനോത്സവത്തിൽ പാർട്ടി ഓഫീസായി ചിത്രീകരിച്ച ഒരു ബിൽഡിങ്ങാണിത്. ഇത് ശരിക്കും ഇവിടെയുള്ള ഒരു രാജു ഡോക്ടറുടെ ഒരു പഴയ ക്ലിനിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു. അതിനെയാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കൂടി ഒരു ചെറിയ മേക്ക് ഓവറൊക്കെ നടത്തി അതിനെ പാർട്ടി ഓഫീസാക്കി മാറ്റുമായിരുന്നു.
അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ബിനു തങ്കച്ചൻ എന്ന കഥാപാത്രം, നമ്മുടെ നാട്ടുകാരൻ തന്നെയായ രാജേഷ് അഴീക്കോടൻ അവതരിപ്പിച്ച ബിനു തങ്കച്ചൻ, പിന്നെ അതുപോലുള്ള പാർട്ടി അണിയായികളൊക്കെയുള്ള ആ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം ആ സിനിമയിലെ തിരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സീനുകളുണ്ട്. അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഇപ്പോഴും അതിൻ്റെ ബാക്കി പത്രങ്ങൾ നമുക്കിവിടെ കാണാം. മധുരോത്സവം സിനിമയിൽ നമുക്കറിയാം ILP എന്നൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ ഓഫീസാണ്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ആ പാർട്ടിയുടെ ഓഫീസാണ് ഇത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു പാർട്ടി ഓഫീസിൻ്റെ വലിയൊരു സ്തൂപവും, അതായത് കൈ മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ഒരു രൂപമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവർ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തതാണ്, അത് പൊളിച്ചു മാറ്റി. ഇവിടെ വെച്ചിട്ടാണ് ഈ ചിണ്ടളപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം, അതായത് PP കുഞ്ഞികൃഷ്ണൻ മാഷ് അവതരിപ്പിച്ച ചിണ്ടളപ്പൻ എന്ന കഥാപാത്രം ഈ പറയുന്ന മുഷ്ടി താഴെ വീണ് മരിക്കുന്ന സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചത്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആ മുഷ്ടി താഴേക്ക് വീണിട്ട് ഈ ചിണ്ടളപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ തലയിലേക്ക് വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ ഒരു സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കൂടാതെ നമുക്കറിയാം അങ്ങനെ ആ ഭാഗത്തൊക്കെ മതിലൊക്കെ ഉണ്ടായിരുന്നു. ഈ മതിലൊക്കെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചതാണ്. ഇപ്പോൾ ആ മതിലൊക്കെ ഇവിടെ കാണാനില്ല. നമുക്കിപ്പോൾ സിനിമ കാണുമ്പോൾ അറിയാം അവിടെയൊക്കെ സുന്ദരമായൊരു മതിലുണ്ടായിരുന്നു. ആ മതിലൊക്കെ വളരെ തന്മയത്തോടെ വളരെ ഒറിജിനാലിറ്റിയിൽ നിർമ്മിച്ചത് ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ വെച്ചിട്ട് രാജേഷ് മാധവൻ്റെ കഥാപാത്രവും, അതായത് രഞ്ജികാങ്ങലിൻ്റെ കഥാപാത്രവും, നമ്പൂതിരീസ് എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ അവിടെ വെച്ചിട്ട് ബോംബ് എറിയുന്ന ഒരു സീനൊക്കെ അവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചത്. നമസ്കാരം. നമുക്ക് ഈ മലയോര ഭാഗത്ത് ഒരു സിനിമാ താരം എന്ന് പറയാനായിട്ട് ഇതുവരെ നമുക്ക് അങ്ങനെ പറയാൻ ഒരാളുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ നാട്ടിലൊരു സിനിമാ താരം ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒട്ടേറെ ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ട് സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരൻ തന്നെ ബളാൽ സ്വദേശി രാജേഷ് അഴീക്കോടൻ. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം ഈ പറയുന്ന മധുരോത്സവം എന്ന സിനിമയിൽ ബിനു തങ്കച്ചൻ എന്ന ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ ഒട്ടേറെ സിനിമകൾ അദ്ദേഹം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ റിലീസാവാനുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന, അതായത് നമ്മുടെ കൂടെ ഇപ്പോൾ ചേർന്ന രാജേഷ് ഏട്ടനോട് നമുക്ക് ഈ സിനിമയുടെ വിശേഷങ്ങളും, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ഈ സിനിമ ചിത്രീകരിച്ചത്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്താണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ ലൊക്കേഷൻ കണ്ടെത്തിയതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നമ്മളോട് സംവദിക്കുന്നുണ്ട്. മധുരോത്സവ സിനിമ എത്താനുള്ള വഴിത്തിരിവെന്ന് പറഞ്ഞാലേ, സുധീഷ് എൻ്റെ പണ്ടുകാലം മുതലുള്ള സുഹൃത്താണ്, ഇതിൻ്റെ ഡയറക്ടർ സുധീഷ് ഗോപിനാഥ്. അപ്പോൾ കേസുകോട് എന്നുള്ള സിനിമയിൽ, എന്നാൽ താൻ കേസുകോട് എന്നുള്ള സിനിമയിൽ സുധീഷ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, രാജേഷ് മാധവൻ അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിൽ അഭിനയിക്കാൻ വേണ്ടി സുധീഷും രാജേഷ് മാധവൻ എന്നെ വിളിക്കുകയുണ്ടായത്. അങ്ങനെ അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് പറഞ്ഞു, രാജേഷേട്ട അടുത്ത സിനിമ ഞാൻ ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന സിനിമയാണ്, അതിൽ നമുക്ക് ബളാൽ പ്രദേശത്ത് നോക്കിക്കോളാം. കാരണം മലയാള സിനിമയിൽ ഈ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളും വന്നിട്ടുണ്ടെങ്കിലും കിഴക്കൻ മലയോര ഗ്രാമം, അതായത് ഒരു കുടിയേറ്റ ഗ്രാമം, ഇതിൻ്റെ ഒരു മലകളും നിരകളും വയലുകളും ഒക്കെ വരുന്ന ഒരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശം മലയാള സിനിമയിൽ തീരെ വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബളാൽ ആ ഭാഗത്ത് നമുക്ക് നോക്കിയാലോ എന്ന് സുധീഷ് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി. കാരണം ബളാൽ ഭാഗം എന്ന് പറഞ്ഞാൽ സുധീഷ് മുമ്പേ ബളാൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ബളാലിനെ കുറിച്ച് സുധീഷിന് അറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഞാൻ സുധീഷിന്, എന്തായാലും നമുക്ക് നോക്കാം സുധീഷ്, അതിനെല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യാം. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഫുൾ കൂടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് സുധീഷ് ഇവിടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊന്നക്കാട് മുതലേ ഇങ്ങോട്ട് തുടങ്ങി. കൊന്നക്കാട്, പൂങ്കഞ്ചാൽ, ചുള്ളി, അതുമാതിരി ഈ മലയോര പ്രദേശം മുഴുവൻ ഞങ്ങൾ കറങ്ങി. എന്നിട്ട് ഈ ബളാൽ പ്രദേശവും കറങ്ങി. അപ്പോൾ ആദ്യം ഈ കോളനികൾ ആണ് ട്രൈബ്സിൻ്റെ കോളനികളായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. അതാണ് പിന്നീട് ഈ വയലിലുള്ള ഒരു പ്രദേശവും. അങ്ങനെയാണ് ഇത് ഈ ബളാലിലെ ഈ അമ്പല പരിസരത്തുള്ള ഈ വയലുകൾ തിരഞ്ഞെടുത്തത്. സാധാരണ നമുക്കറിയാം സിനിമാ ചിത്രീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എറണാകുളം, കൊച്ചി, അതുപോലെ ഈ പറയുന്ന കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും സിനിമാ ചിത്രീകരണം നടന്നു വരുന്നത്. നമ്മുടെ ഈ കാസർഗോഡൻ കിഴക്ക് മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് സിനിമാ ചിത്രീകരണം വരുന്നത്. അപ്പോൾ
എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ നഗരങ്ങളിൽ സിനിമാ ചിത്രീകരണം നടക്കുമ്പോഴും നമ്മുടെ ഈ ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം, അതായത് ജനങ്ങളുടെ ഒരു സഹകരണം ഏത് രീതിയിലായിരിക്കും? ഇപ്പം നഗരങ്ങളിൽ ഇപ്പോൾ ഞാൻ തെക്കോട്ടുള്ള സ്ഥലങ്ങളിലും നമ്മൾ സിനിമ പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ട് തന്നെ ഞാൻ തെക്കൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ നിസ്സഹകരണമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളെ ഈ വടക്ക് ഭാഗത്തിൽ, അത് മലയോരം എന്ന് മാത്രമല്ല, വടക്ക് ഭാഗത്ത് ത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ജനങ്ങളുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സിനിമാക്കാരോട് അവർ കാണിക്കുന്ന ഒരു സ്നേഹവും സൗഹൃദവും ഒരു ബഹുമാനവും ഒക്കെ എനിക്കൊന്ന് തെക്കൻ ജില്ലകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്ന എൻ്റെ അനുഭവത്തിൽ എനിക്കൊന്നും അത് അധികം വരാത്തത് കൊണ്ടോ അറിയില്ല. ചില ആൾക്കാർ പറയാറില്ല സിനിമക്ക് ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ കൊടുക്കൂല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പക്ഷേ ഇവർക്ക് ഒരു സ്നേഹ കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയുന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ച് ഇതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഇതിൻ്റെ ചിത്രീകരണത്തിന് മുഴുവൻ സഹായിച്ചതും അതിൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതായത് ഈ കല്യാണ സീനൊക്കെ ചിത്രീകരിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള നാട്ടുകാരെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സിനിമയുടെ ക്യാമറക്ക് മുമ്പിലും അതിൻ്റെ പിന്നണിയിലും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ? അത് ഈ നാട്ടുകാർ എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ സിനിമ ആദ്യമാണല്ലോ. അതുകൂടാതെ തന്നെ ഈ നാട്ടുകാർ നമുക്ക് തന്ന, അതായത് മദനോത്സവം എന്ന സിനിമ ടീമിന് തന്നെ ഒരു സഹകരണമുണ്ട്. കാരണം അവരുടെ സിനിമയായിട്ടാണ് അവരത് ഏറ്റെടുത്തത്. കാരണം നമ്മളിപ്പോൾ നമ്മൾ വളാൽ ടൗണിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു വാഴക്കൊല എടുത്തിട്ട് ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് അതിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ ആ വാഴക്കൊല എടുത്തിട്ട് 5 പ്രാവശ്യം നടന്ന ഒരു വയസ്സനായ ഒരു മാണിക്കൻ അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പം യാതൊരു മടിയില്ലാതെ ഇവരൊക്കെ അതേമാതിരി സാധനം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾ ഒരു മടിയില്ലാതെ അവർ എത്ര സമയം വേണമെങ്കിലും നിൽക്കും, എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നിന്നിട്ട് അങ്ങനെ ഈ നാട്ടുകാർ മുഴുവൻ ഈ മദനോത്സവം സിനിമയുടെ ഭാഗമായിരുന്നു എന്ന് വേണം പറയാം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്തുകൊണ്ടും അവർ ഭയങ്കരമായ ഒരു സഹകരണമായിരുന്നു നമ്മളെ ഈ ബളാൽ നാട്ടുകാരിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ബളാൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ വെള്ളരിക്കുണ്ടായാലും പരപ്പ പ്രദേശമായാലും ഇടത്തോട് പ്രദേശമായാലും ഇപ്പോൾ കള്ളാറ് ഭാഗത്തായാലും അങ്ങനെ ഈ മലയോര ഗ്രാമത്തിലെ എല്ലാ നാട്ടുകാരും ഈ മദനോത്സവം സിനിമയുമായി വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിനൊരു മറ്റൊരു മറുവശം എന്ന് വെച്ചാൽ ഷൂട്ടിങ് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാത്തതിൻ്റെ ചില പരിമിതികൾ കൂടി നമ്മുടെ നാടിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് രാജേട്ടന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഷൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ഓക്കെ അവരെ അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒന്നിലധികം സിനിമ ചിത്രീകരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ എങ്ങനെയാണത് നമുക്ക് ഉള്ള പരിമിതികൾ ഏത് രീതിയിൽ കഴിക്കുന്നത്? പരിമിതികൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ക്രൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമാ സെറ്റിൽ മിനിമം 120 ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വലിയ സിനിമയാകുമ്പോൾ. അപ്പോൾ താമസിക്കാനുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് മാത്രമേ ഉള്ളൂ. കാഞ്ഞങ്ങാട് നിന്ന് ഒരു 35-40 കിലോമീറ്റർ അവിടെ ദൂരം വരണം. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ ഈ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വരിക എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കാത്ത പ്രാക്ടിക്കലല്ല. അപ്പോൾ ഇപ്പോൾ ഈ മദനോത്സവത്തിന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സമീപ പ്രദേശങ്ങളിലെ ഫുൾ ഫർണിഷ്ഡായ വീടുകൾ വാടകയ്ക്ക് എടുത്തിട്ട് പിന്നെ വെള്ളരിക്കുണ്ട് എന്നുള്ള സ്ഥലത്ത് ഒരു 10-12ഓളം മുറികളുണ്ട്. അപ്പോൾ അതും കൂടി ഉപയോഗിച്ചിട്ട് പിന്നെ ഇവിടെ അടുത്തൊരു ക്വാർട്ടേഴ്സ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെയൊക്കെ താമസിപ്പിച്ചു. പക്ഷേ അവരും ഭയങ്കര സഹകരണമായിരുന്നു. ഇപ്പോൾ ആ സെറ്റിലുള്ള മീൻസ് അതിൻ്റെ ടെക്നീഷ്യൻസും സഹകരണമായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ സ്മൂത്തായിട്ട് ഒരു 10-15 മിനിറ്റ് ദൂരത്തിൻ്റെ അകത്ത്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടും താമസിച്ചത് ഇവിടെ ഒരു മാലക്കല്ലിലുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ അതുമാതിരിയുള്ള ഒരു സഹകരണമായിരുന്നു അവരിൽ നിന്നുണ്ടായത്. അങ്ങനെയാണ് മദനോത്സവം സംഭവിച്ചത്. ഞാൻ നേരത്തെ രാജേട്ടനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് സിനിമകൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതലായി കുറേ സിനിമകൾ ചിത്രീകരണം കഴിഞ്ഞ് റിലീസ് ആവാനുണ്ട്. കുറേ സിനിമകൾ ഇനി ചിത്രീകരിക്കാനിരിക്കുന്നുണ്ട്. കുറേ കാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സിനിമകൾ, ഒരുപാട് സിനിമകൾ രാജേട്ടൻ്റേതായിട്ട് വരാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് രാജേട്ടന് സംസാരിക്കും. വരുന്ന സിനിമകളെക്കുറിച്ചും അതിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്? മദനോത്സവം എന്നുള്ള സിനിമയിൽ ഞാൻ പോരാളി വിനു തങ്കച്ചെന്നിലെ ക്യാരക്ടറാണ്. പല ആൾക്കാരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് എനിക്ക് സമ്മാനിച്ച സംവിധായകൻ സുധീഷ് ഗോപിനാഥിനും രതീഷ് പൊതുവാളിനും മറ്റ് എല്ലാ ക്രൂവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ വരാനുള്ള സിനിമ മദനോത്സവത്തിൻ്റെ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത് അത് ജസ്റ്റ് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് നദികളിൽ സുന്ദരി യമുന എന്നുള്ള സിനിമയാണ് ഒന്ന്. പിന്നെ ശിവകുമാർ കാങ്കോല് സംവിധാനം ചെയ്ത അന്ത്രു ദി മാൻ, പിന്നെ ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ബർമുഡ,
പിന്നെ സുരേഷ് വയനാട് രചിച്ചിട്ട് നൗഷാദ് സംവിധാനം ചെയ്ത പൊറാട്ട് നാടകം, ഇതൊക്കെ ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ സംഭവിച്ച സിനിമകളാണ്. അപ്പോൾ ആ സിനിമകളൊക്കെയാണ് വരാനുള്ളത്. ഇപ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ട് സുബീഷ് സുധി നായകനായി അഭിനയിക്കുന്ന നിസാം റാവുത്തർ രചിച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കാസർഗോഡ് തന്നെയാണ് ഉള്ളത്. ഇനിയും കാസർഗോഡേക്ക് സിനിമകൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സന്തോഷം.